നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിന് പുതിയ കുടിയേറ്റ നിർദ്ദേശങ്ങൾ തികച്ചും സുതാര്യമാണെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. കെയർ സ്റ്റാർമർ സർക്കാർ യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി 10 വർഷമാക്കി ഉയർത്തി. ഇത്തരമൊരു തീരുമാനം പല മേഖലകളിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ക്ഷാമം സൃഷ്ടിക്കുമെന്ന വിമർശനവുമായി 40ഓളം ലേബർ എംപിമാർ രംഗത്ത്. PR എന്നതൊരു പരിഗണനയാണെന്നും അവകാശമല്ല എന്നും ഷബാന മഹ്മൂദ്. പീറ്റർ മണ്ടൽസനെ അമേരിക്കൻ അംബാസഡറായി നിയമിച്ചതിൽ ഇരകളോട് മാപ്പ് ചോദിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചത് പീറ്റർ മണ്ടൽസൺ ജെഫ്രി എപ്സ്റ്റീൻ സൗഹൃദം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ. രേഖകൾ പുറത്തുവന്നതിനെ തുടർന്ന് മണ്ടൽസനെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ. യുകെയിൽ ദീർഘകാലമായി തുടരുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ സമരങ്ങൾക്ക് അറുതി വരുത്താൻ ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റിംഗിന്റെ പുതുക്കിയ പാക്കേജിൽ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ഓഫറുകൾ, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും പദ്ധതികളിൽ. വെസ്ട്രീറ്റിംഗിന്റെ ശ്രമം മുൻപ് നൽകിയിരുന്ന ഓഫറുകളിൽ നിന്നും മികച്ച മാറ്റങ്ങൾ വരുത്തി സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇറാൻ US ആണവ ചർച്ച ഒമാനിൽ നടന്നു. ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് അബ്ബാസ് അലാഖ്ചി സമ്മതിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. ബാലിസ്റ്റിക് മിസൈൽ ഒഴിച്ചു നിർത്തിയുള്ള ഇറാൻ ചർച്ചകൾ വിജയിക്കില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഗൾഫ് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ. ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക. പുതിയ ആണവ ഉടമ്പടിക്ക് ആഹ്വാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ നടപടി റഷ്യയുമായി ഉണ്ടായിരുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെ പുതിയ ഉടമ്പടിയിൽ ചൈനയെ ഭാഗമാക്കാനും ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമം. നീക്കം ചൈനയുടെ ആയുധ ശേഖരം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാരാമതി വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അജിത് പവാറിന്റെ പേഴ്സണൽ സെക്രട്ടറി അവിനാഷ് സോൾബത്തിന്റെ മൊഴിയെടുത്തത് മഹാരാഷ്ട്ര പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. മൂടൽമഞ്ഞിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറഞ്ഞതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് വ്യോമയാന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. NCP അധ്യക്ഷയായി ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ തന്നെ വരണമെന്നാണ് NCP പ്രവർത്തകരും പവാർ കുടുംബവും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ LDFിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമാണെന്നും അവർക്ക് UDFിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സംരക്ഷണം നൽകാൻ തയ്യാറാണെന്നും ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. തിരുവനന്തപുരത്ത് കാറിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജീവഹാനി വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു, ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോയി, വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങൾ. വാഹനാപകടമുണ്ടായത് ഇന്നലെ രാത്രി തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് സമീപം. വാർത്തകൾ വിശദമായി. യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന പുതിയ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തികച്ചും സുതാര്യമാണെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പറഞ്ഞു. നിരവധി ലേബർ എംപിമാർ തന്നെ ഈ നിർദ്ദേശങ്ങൾക്കെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം ഹോം സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുൻപെങ്ങും ഇല്ലാത്ത വിധം യുകെയിലേക്ക് കുടിയേറ്റക്കാർ എത്തുന്നു എന്നത് തീർത്തും ആശങ്കയുളവാക്കുന്ന കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. നിലവിൽ 5 വർഷം യുകെയിൽ തുടർന്നാൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുമെന്നിരിക്കെ അത് 10 വർഷമാക്കി ഉയർത്താനാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ ബ്രിട്ടനിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് ഏകദേശം 40ഓളം ലേബർ എംപിമാർ രംഗത്ത് വന്നിരുന്നു. മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പാക്കുന്നത് ഒരു ബ്രിട്ടീഷ് രീതിയല്ല എന്നായിരുന്നു അവരുടെ വാദം. മാത്രമല്ല, ഇത്തരമൊരു തീരുമാനം പല മേഖലകളിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ക്ഷാമം സൃഷ്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് കെയർ മേഖലയിൽ ഇത് വലിയൊരു പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക എന്നാണ് വിലയിരുത്തുന്നത്. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്നുകൂടി അറിയപ്പെടുന്ന ഈ സെറ്റിൽമെന്റ് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ബ്രിട്ടനിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമുള്ള അനുവാദമാണ്. മാത്രമല്ല, അർഹതയുള്ള ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കാനും കഴിയും. 2021-2024 കാലഘട്ടത്തിൽ കുടിയേറ്റം വഴി ബ്രിട്ടന്റെ ജനസംഖ്യയിൽ 2.6 മില്യന്റെ വർധനമുണ്ടായതായി കണക്കുകൾ പറയുന്നു. 2026-2030 കാലഘട്ടത്തിൽ ഇക്കാര്യത്തിൽ 1.6 മില്യന്റെ വർധന ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് PR ലഭിക്കുന്നതിനുള്ള സമയപരിധി 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചത്. ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ നടക്കുകയാണ്. ഫെബ്രുവരി 12-ന് കൺസൾട്ടേഷൻ അവസാനിക്കും. ഏറെ വൈകാതെ PR ലഭിക്കാനിടയുള്ളവർക്കായി ചില നീക്കുപോക്കുകൾ നിർദ്ദേശിക്കാനും കൺസൾട്ടേഷനിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനോടകം PR ലഭിച്ചവരെ ഈ മാറ്റങ്ങൾ ബാധിക്കുകയില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. ജെഫ്രി എപ്സ്റ്റീനുമായി സൗഹൃദമുള്ള പീറ്റർ മണ്ടൽസനെ അമേരിക്കൻ അംബാസഡറായി നിയമിച്ചതിൽ ഇരകളോട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മാപ്പ് ചോദിച്ചു. എപ്സ്റ്റീനുമായി നേരിയ പരിചയം മാത്രമാണ് ഉള്ളതെന്ന് മണ്ടൽസൺ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് നിയമനം നടന്നതെന്നും അത് കളവായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞതോടെ ക്ഷമ ചോദിക്കുന്നുവെന്നും സ്റ്റാർമർ വ്യക്തമാക്കി.
മണ്ടേൻസൺ എപ്സ്റ്റീനുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന രേഖകൾ പുറത്തുവന്നതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. എന്നാൽ പുതിയ രേഖകളിൽ ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ സ്റ്റാർമറിന് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിയമനത്തിലെ വീഴ്ചകളെ കുറിച്ച് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ച സ്റ്റാർമറിന്റെ നടപടി വിഷയത്തിൽ സർക്കാരിന് നേരിടുന്ന രാഷ്ട്രീയ സമ്മർദ്ദം കുറയ്ക്കുമോ എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഈ വർഷം ആദ്യമായി നാളെ യോഗം ചേരുമ്പോൾ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് സൂചന. ഡിസംബറിൽ ബാങ്ക് നിരക്ക് 4% നിന്ന് 3.75 കുറച്ചിരുന്നു. നിരക്കുകൾ ക്രമേണ താഴേക്കുള്ള പാതയിൽ തുടരുമെന്നായിരുന്നു അന്ന് കമ്മിറ്റി അഭിപ്രായപ്പെട്ടത്. വാർഷിക വിലക്കയറ്റ നിരക്ക് 2% വരെ നിലനിർത്താനാണ് MPCയുടെ പ്രധാന ശ്രമം. ബാങ്ക് നിരക്ക് വായ്പകൾക്കും മോർട്ടഗേജുകൾക്കും ഈടാക്കുന്ന പലിശയെയും ബാങ്കുകളും ബിൽഡിംഗ് സൊസൈറ്റികളും സേവർമാർക്ക് നൽകുന്ന വരുമാനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രഖ്യാപിക്കപ്പെടുന്ന ഏറ്റവും പുതിയ തീരുമാനത്തിൽ നിലവിലെ ബാങ്ക് നിരക്ക് 3.75% മാറ്റമുണ്ടാകില്ല എന്ന് മിക്ക വിശകലന വിദഗ്ധരും പ്രവചിക്കുന്നു. ഡിസംബർ വരെയുള്ള ഡാറ്റ പ്രകാരം പണപ്പെരുപ്പം 3.4 ആയതിനാലാണ് പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് കരുതുന്നത്. ഡിസംബറിൽ 9 അംഗ കമ്മിറ്റിയിൽ ഒരു വോട്ടിങ്ങിനാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം പാസ്സായത്. പണപ്പെരുപ്പത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭ്യമായതിനാൽ ഈ വർഷം ബാങ്ക് നിരക്ക് എപ്പോൾ കുറയുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ചില വിശകലന വിദഗ്ധർ 2026 ഒരു നിരക്ക് കുറവുണ്ടാകുമെന്ന് കരുതുമ്പോൾ മറ്റു ചിലർ MPC 2 കുറവുകൾ വരുത്തുമെന്നാണ് വിശ്വാസം. ദീർഘകാലമായി തുടരുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ സമരങ്ങൾക്ക് അറുതി വരുത്താൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പുതുക്കിയ പാക്കേജുമായി രംഗത്തിറങ്ങി. ശമ്പള വർധന ഉൾപ്പെടെയുള്ള മെച്ചപ്പെടുത്തിയ ഓഫറുകളാണ് സമരങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശ്രമ കേന്ദ്രങ്ങൾ, ചൂടുള്ള ഭക്ഷണം തുടങ്ങിയ സൗകര്യങ്ങൾ ആശുപത്രികൾ നൽകാത്ത പക്ഷം ഫൈൻ ഏർപ്പെടുത്താനാണ് ആലോചന. മുൻപ് നൽകിയിരുന്ന ഓഫറുകളിൽ നിന്ന് മികച്ച മാറ്റങ്ങൾ വരുത്തി ഒത്തുതീർപ്പിലെത്താനാണ് ശ്രമം. 2023 മാർച്ച് 13 ആരംഭിച്ച പണിമുടക്കുകൾ 3ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ നടപടികൾ പ്രശ്നം പരിഹരിക്കാൻ കരുത്തുണ്ട് എന്നാണ് NHS സീനിയർ വൃത്തങ്ങളുടെ വിശ്വാസം. 2026-27 വർഷത്തേക്ക് NHS 2.5 ശമ്പള വർധനവാണ് ആദ്യം ഓഫർ ചെയ്തിരുന്നത്. ഇത് റെസിഡന്റ് ഡോക്ടർമാർക്ക് ഇരട്ടിയാക്കാനാണ് ഇപ്പോൾ ശ്രമം. 26% ശമ്പള വർധന വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരങ്ങളിൽ കഴിഞ്ഞ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ബാലറ്റിംഗ് ഫലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ പാക്കേജ് സമരങ്ങൾക്ക് അറുതി വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. കഴിഞ്ഞ ദിവസം കമന്ററി പട്ടണ മധ്യത്തിലെ ചെറുതടാകത്തിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹം മലയാളി യുവാവ് വിഷ്ണുവിന്റേത് തന്നെയെന്ന സ്ഥിരീകരണം നൽകിയ കമന്ററി പോലീസ് മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി. എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെ കണ്ടെടുത്ത മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണോ ഈ വെളിപ്പെടുത്തൽ പോലീസ് നടത്തിയതെന്ന വിശദീകരണത്തിൽ വ്യക്തതയില്ല. യുവാവിനെ കാണാതായ സാഹചര്യവും പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടും അന്വേഷിക്കുന്നതിലുണ്ടായ കാലതാമസവുമൊക്കെ കമന്ററിയിലെ ബ്രിട്ടീഷുകാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വ്യാപക ചർച്ചയാക്കിയ വേളയിലാണ് പോലീസിന്റെ വിശദീകരണം. പ്രധാനമായും ഫേസ്ബുക്ക് ഉപഭോക്താക്കളായ നൂറുകണക്കിന് ബ്രിട്ടീഷുകാരാണ് മരണത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയും പോലീസ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ചൂണ്ടിക്കാട്ടിയും പ്രതികരണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിഷ്ണുവിന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചപ്പോൾ അവരും സമാന ആശങ്ക തന്നെയാണ് പങ്കുവച്ചത്. പ്രത്യേകിച്ചും വിഷ്ണുവിനൊപ്പം ശനിയാഴ്ച പാർട്ടിക്ക് പോയ സഹതാമസക്കാരൻ ഒരു ദിവസം മുഴുവൻ മൂടിവെച്ച വിവരം പിന്നീട് മലയാളി വിദ്യാർത്ഥികൾ വിഷ്ണുവിനെ അന്വേഷിച്ചെത്തിയപ്പോൾ മാത്രം വെളിപ്പെടുത്തിയ സാഹചര്യമാണ് പ്രാഥമിക സംശയങ്ങളിലേക്ക് എത്തിച്ചത്. മാത്രമല്ല, മദ്യപിച്ച നിലയിലാണ് സുഹൃത്തിനെ അവസാനമായി കാണാനായതെന്നും ഇയാൾ വെളിപ്പെടുത്തിയപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ ഉപേക്ഷിച്ചു പോകാനായിരുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്ന പ്രധാന ചോദ്യം. ഈ കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴും കൃത്യത വന്നിട്ടില്ല. മദ്യലഹരിയിൽ നടക്കവേ കാൽവഴുതി വെള്ളത്തിൽ വീണു മരിച്ചെന്ന നിഗമനമാണ് പോലീസ് വെളിപ്പെടുത്തലിൽ നിന്നും ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. ഗുരുതരമായ രീതിയിൽ അണുബാധയുണ്ടായ രോഗിയെ നേരിട്ട് പരിശോധിക്കാതെ മരുന്ന് നിർദ്ദേശിക്കുകയും പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്ത ഡോക്ടർക്ക് കൃത്യവിലോപനത്തിന്റെ പേരിൽ 1,28,000 പൗണ്ടിന്റെ പിഴ വിധിച്ചു. ബെർക്ക്ഷയർ ബ്രാക്നീലിലെ വാട്ടർഫീൽഡ് പ്രാക്ടീസിൽ GP ആയിരുന്ന ഡോക്ടർ നുപുർ മിട്ടലാണ് NHS രോഗിയായ ഒറിയാനോയെ നേരിട്ട് കാണാൻ വിസമ്മതിച്ചത്. തീർത്തും അവശയായ അവസ്ഥയിലായിരുന്നു അപ്പോൾ രോഗി. ചലനശേഷി വരെ ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നിട്ട് കൂടി അവരെ നേരിട്ടെത്തി പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ല. 57-കാരിയായ ഓറിയാന ഡോക്ടർ നേരിട്ടെത്തി പരിശോധിക്കുകയോ അവരുടെ ശരീരോഷ്മാവ് രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. അതിന് പകരമായി ഫോണിലൂടെ അവർക്ക് സെല്ലുലിറ്റിസ് ആണെന്ന് വിധിക്കുകയും അതിനായി ചില ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുകയുമായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം രോഗം മൂർച്ഛിച്ച രോഗി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും അടിയന്തര ശസ്ത്രക്രിയയിലൂടെ അവരുടെ ഉദരഭാഗത്തുള്ള കേടുപാടുകൾ സംഭവിച്ച കോശകലകൾ നീക്കം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി നടത്തേണ്ടതായി വന്ന രോഗിക്ക് ഡോക്ടർ വിട്ടലിനെതിരെ തനിക്ക് വ്യക്തിപരമായി ഉണ്ടായ നാശനഷ്ടങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്കും തൊഴിലിൽ സംഭവിച്ച നഷ്ടങ്ങൾക്കും എല്ലാം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഡോക്ടർ മിട്ടലിനെതിരെ കേസ് നൽകുകയായിരുന്നു. 2018 ജൂലൈ 9 രോഗി സമീപിച്ചപ്പോൾ അവരെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ A&E വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യാനോ ശ്രമിക്കാത്ത ഡോക്ടറുടെ നടപടി ഗുരുതരമായ കൃത്യവിലോപനമാണ് എന്നാണ് വാദിഭാഗം വാദിച്ചത്. ഈ നിയമ നടപടികൾക്കെതിരെ പ്രതികരിക്കാതെ മിൽട്ടൺ ഇന്ത്യയിലേക്ക് മടങ്ങിയതായി റീഡിംഗ് കൗണ്ടി കോർട്ട് നിരീക്ഷിച്ചു. ഇതിനെ തുടർന്നാണ് നഷ്ടപരിഹാരമായി നൽകാനുള്ള തുകയ്ക്കായി ഡോക്ടറുടെ ബെർക്ക്ഷയറിലെ വീട് അറ്റാച്ച് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത്. സംഭവം നടക്കുന്ന 2018 ജൂലൈ മാസത്തിൽ മിട്ടൽ ഇന്ത്യയിലായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇറാൻ-US ആണവ ചർച്ച ഒമാനിൽ നടന്നു. ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്നലെ തന്നെ ഒമാനിൽ എത്തിയതായി ഇറാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് അബ്ബാസ് അരാഗ്ചി സമ്മതിച്ചത്.
ചർച്ച നടക്കാനിരിക്കെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും രംഗത്തെത്തിയിരുന്നു. പുതിയ ആണവ കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇറാന്റെ പദ്ധതി തടയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ ഒഴിച്ചു നിർത്തിയുള്ള ഇറാൻ ചർച്ചകൾ വിജയിക്കില്ല എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മുന്നറിയിപ്പ് നൽകി. ഇറാൻ അമേരിക്ക ചർച്ച തുർക്കിയിൽ വെച്ച് നടത്താമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ ഒമാനിൽ വെച്ച് ചർച്ച നടത്താമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും മേഖലയിലെ അറബ് നേതാക്കളോടുള്ള ബഹുമാനം കണക്കിലെടുത്താണ് ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ഗൾഫ് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നയതന്ത്ര നീക്കമാണ് ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇറാന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നും ചർച്ച റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് 9 അറബ് മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയെ സമീപിച്ചിരുന്നു. ഇവരുടെ ആവശ്യം കണക്കിലെടുത്താണ് അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറായതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മുൻപ് പലതവണ ഇറാൻ അമേരിക്കൻ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്തുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച ഒമാനിൽ വെച്ച് നടത്താമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഹാമർ ആവർത്തിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ ഭീഷണി. പുതിയ ആണവ ഉടമ്പടിക്ക് ആഹ്വാനം ചെയ്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായി ഉണ്ടായിരുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി. ആധുനികവൽക്കരിച്ചതും മെച്ചപ്പെട്ടതുമായ ഒരു പുതിയ ആണവ ഉടമ്പടി നമുക്ക് വേണം. നമ്മുടെ ആണവ വിദഗ്ധർ അതിൽ പ്രവർത്തിക്കണമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. 2010 ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി നീട്ടണമെന്ന റഷ്യയുടെ ആവശ്യത്തോട് ട്രംപ് മൗനം പാലിച്ചിരുന്നു. യു എസിന് സമ്മതമാണെങ്കിൽ പഴയ ഉടമ്പടി നീട്ടാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ ഉടമ്പടിയിൽ ചൈനയെ ഭാഗമാക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. ചൈനയുടെ ആയുധശേഖരം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ അണവായുധ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവായുധങ്ങൾക്ക് മേലുള്ള നിയന്ത്രണ കരാറുകൾ പൂർണ്ണമായി ഇല്ലാതായി. 2010 അന്നത്തെ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയും റഷ്യൻ പ്രസിഡന്റുമാണ് ഉടമ്പടിയുടെ പുതിയ പതിപ്പ് ഒപ്പുവെച്ചത്. 2021 അവസാനിക്കേണ്ടിയിരുന്ന കരാർ 5 വർഷത്തേക്ക് പുതുക്കിയിരുന്നു. ഫെബ്രുവരി 12 പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഫെബ്രുവരി 9 ബംഗ്ലാദേശും യു എസും സുപ്രധാനമായ വ്യാപാര കരാറിൽ ഒപ്പിടുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി യു എസ് 18% കുറച്ചതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിന്റെ നീക്കം. നിലവിൽ 20% നികുതി ഈ കരാറിലൂടെ 15% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാറിലെ നിബന്ധനകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. കരാറിന്റെ കരട് പാർലമെന്റിലോ പൊതുസമൂഹത്തിലോ ചർച്ച ചെയ്തിട്ടില്ല. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് യു എസിൽ നിന്നുള്ള സൈനിക ഉപകരണങ്ങൾ വാങ്ങുക, യു എസ് വാഹനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിയന്ത്രണങ്ങളില്ലാതെ ബംഗ്ലാദേശ് വിപണിയിൽ പ്രവേശനം നൽകുക തുടങ്ങിയ നിബന്ധനകൾ കരാറിലുണ്ട് എന്നാണ് വിവരം. ബംഗ്ലാദേശിന്റെ ആകെ കയറ്റുമതിയുടെ 80% വസ്ത്രനിർമ്മാണ മേഖലയിൽ നിന്നാണ്. കരാറിലെ നിബന്ധനകൾ വ്യക്തമല്ലാത്തത് ഈ മേഖലയിലെ ദശലക്ഷക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഒരു ഇടക്കാല സർക്കാർ ഇത്തരമൊരു സുപ്രധാന കരാറിൽ ഒപ്പിടുന്നത് വരാനിരിക്കുന്ന സർക്കാരിന്റെ കൈകൾ കെട്ടിയിടുന്നതിന് തുല്യമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിമർശിക്കുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.68 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 90.44 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 106.67 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 66.07 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദ്യങ്ങളിൽ പരിഭ്രാന്തനായിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സത്യത്തെ മോദി ഭയപ്പെടുന്നു. നുണകളിൽ അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എക്സിലൂടെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ലോക്സഭയിൽ ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് കരസേനാ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം മുൻനിർത്തി രാഹുൽ ഗാന്ധി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തതാണെന്ന വാദമാണ് ഭരണപക്ഷം ഉയർത്തിയത്. പിറ്റേ ദിവസം പുസ്തകവുമായാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ മോദി സമ്മർദ്ദത്തിന് വഴിപ്പെട്ടോ എന്ന് പാർലമെന്റിന് പുറത്ത് എപ്സ്റ്റൈൻ ഫയൽ ഉയർത്തി രാഹുൽ ചോദിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും നേരിട്ട് മറുപടി നൽകാൻ മോദി രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിൽ ശ്രമിച്ചില്ല. പകരം രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും ആക്രമിക്കുകയാണ് ചെയ്തത്. ബാരാമതി വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അപകട മരണത്തിനു കേസെടുത്ത മഹാരാഷ്ട്ര പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാറിന്റെ പേഴ്സണൽ സെക്രട്ടറി അവിനാഷ് സോൾവതിന്റെ മൊഴിയെടുത്തു. അജിത്തിന്റെ യാത്രകൾ, അവസാന ദിവസത്തെ ഫോൺ വിളികൾ, യാത്ര ചെയ്ത വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടെന്നത് സംബന്ധിച്ച് പുറപ്പെടുന്നതിന് മുൻപ് സൂചിപ്പിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചത്. 15 വർഷത്തിലേറെ അജിത് പവാറിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ് അവിനാഷ്. മറ്റ് ജീവനക്കാരിൽ നിന്ന് വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും. മൂടൽമഞ്ഞിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറഞ്ഞതാണ് ദുരന്തത്തിനിടയാക്കിയതെന്നാണ് വ്യോമയാന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ ചില പ്രതിപക്ഷ NCP നേതാക്കൾ ദുരൂഹത ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടെ അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ലാഡ്കി ബെഗിൻ പദ്ധതിക്ക് അജിത് പവാറിന്റെ പേര് നൽകണമെന്ന NCP നേതാക്കളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. അതേസമയം NCP അധ്യക്ഷ ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ തന്നെ വരണമെന്നാണ് NCP പ്രവർത്തകരും പവാർ കുടുംബവും ആഗ്രഹിക്കുന്നതെന്ന് രോഹിത് പവാർ MLA പറഞ്ഞു. ഇരു NCP-കളുടെയും ലയനം സംബന്ധിച്ച പ്രതികരണം ദുഃഖാചരണത്തിന് ശേഷം സുനേത്ര നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും NCP ശരത് പവാർ വിഭാഗം നേതാവായ രോഹിത് വ്യക്തമാക്കി. ലയനവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ സമയമാണിതെന്നും രോഹിത് കൂട്ടിച്ചേർത്തു.
ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ഇടതുപക്ഷവുമായി സഖ്യത്തിനില്ല എന്നും കോൺഗ്രസ്. 294 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് കോൺഗ്രസ് തീരുമാനം. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനു ശേഷം ബംഗാളിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗുലാം അഹമ്മദ് മിറായാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം കണക്കിലെടുത്താണ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം. ഇതിന് ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നും ഗുലാം അഹമ്മദ് മിർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിൽ സ്വന്തം നില ഉറപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബിജെപിയും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ ബംഗാളിലെ എംപിമാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംഘടനാ കാര്യങ്ങളും മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. 294 മണ്ഡലങ്ങളിൽ ബിജെപി ഇതിനോടകം ഇൻചാർജുമാരെ നിയമിച്ചിട്ടുണ്ട്. നന്ദിഗ്രാം സീറ്റിൽ മാനസ് റേയെയാണ് ചുമതലപ്പെടുത്തിയത്. സിലഗുരി, ഡാർജിലിംഗ്, മാൽഡ, കൊൽക്കത്ത പോർട്ട് തുടങ്ങിയ പ്രധാന മണ്ഡലങ്ങളിലും പ്രത്യേക ചുമതലക്കാരെ നിശ്ചയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി താപസ് റോയ് ചെയർമാനായി 11 അംഗ പ്രകടന പത്രിക കമ്മിറ്റിക്കാരെയും ബിജെപി നിശ്ചയിച്ചിട്ടുണ്ട്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കേസിൽ നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ്ക്ക് തിരിച്ചടി. ആദായ നികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപ പിഴ വിജയ് അടയ്ക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. 2016-2017 വർഷത്തെ വരുമാനത്തിൽ 15 കോടി രൂപ റിട്ടേൺസിൽ കാണിച്ചില്ല എന്നായിരുന്നു കേസ്. പോലീസിന് മേൽ നിന്ന് ലഭിച്ച വരുമാനമാണ് മറച്ചുവെച്ചത്. ഇതേ തുടർന്ന് ആദായ നികുതി വകുപ്പ് 1.5 കോടി രൂപ പിഴ വിധിച്ചിരുന്നു. ഇതിനെതിരെ വിജയ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ LDF-ലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് രക്തത്തിന്റെ ഭാഗമാണെന്നും അവർക്ക് സംരക്ഷണം നൽകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. മുമ്പും തറവാടിലേക്ക് ജോസഫ് വിഭാഗത്തെ കൂട്ടിച്ചേർത്തിരുന്നു. അവർക്ക് UDF-ൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സംരക്ഷണം ഒരുക്കാൻ തയ്യാറാണ്. എല്ലാം അവരുടെ തീരുമാനമാണെന്നും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും വേണമെന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം. എന്നാൽ 2 സീറ്റിൽ മാത്രമാണ് വിജയസാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെ എതിർക്കുകയും പരാജയ സാധ്യതയുള്ള സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള നിലപാടിലാണ് UDF നേതൃത്വം. ഈ അതിർത്തികൾക്കിടയിലാണ് ജോസഫ് വിഭാഗത്തെ ജോസ് കെ മാണി LDF-ലേക്ക് ക്ഷണിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. പാർട്ടി മത്സരിക്കണമെന്ന് പറയുമെന്നാണ് പ്രതീക്ഷ. 2-3 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും കോഴിക്കോട് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM തന്നെ എന്നത് വ്യക്തമാണെന്ന് K സുധാകരൻ പറഞ്ഞു. അറസ്റ്റിലായവരിൽ പ്രധാനികൾ CPM നേതാക്കൾ തന്നെയാണ്. ആദ്യം അറസ്റ്റിലായ 2 പേർ CPM-ന്റെ മുഖ്യ നേതാക്കളായതിനാൽ കൃത്യമായ അന്വേഷണം നടന്നില്ല. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും CPM കൂട്ടുനിൽക്കുന്നു. കേസിൽ ജാമ്യം കിട്ടി പുറത്തു വരുന്നവരൊക്കെ CPM-മായി ബന്ധമുള്ളവരാണെന്നും സുധാകരൻ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കടത്തു കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SIT രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നതിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിനു പിന്നാലെയാണ് S ശ്രീകുമാറിനെ ED ചോദ്യം ചെയ്യുന്നത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ S ശ്രീകുമാറിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്യുന്നത്. ശബരിമലയിൽ നടന്നു വരുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചായിരിക്കും ED ചോദിച്ചറിയുക എന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്തുക എന്നതിനപ്പുറത്ത് ശബരിമല ക്ഷേത്രവുമായി കേന്ദ്രീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ് ED ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വിശദാന്വേഷണം നടത്തിയത്. നിലവിൽ അറസ്റ്റിലായ പ്രതികളല്ലാതെ മറ്റാരെങ്കിലും പിന്നിലുണ്ടോ എന്നതും ED അന്വേഷിക്കുന്നുണ്ട്. ശ്രീകുമാർ മഹസറിൽ ഒപ്പുവെച്ചു എന്നതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റു ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യത്തിൽ വിട്ടത്. സ്വർണ്ണക്കടത്തു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ED ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. കാറിടിച്ച യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ജീവഹാനി വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു, ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോയി, വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് സമീപം വാഹനാപകടം ഉണ്ടായത്. അമിത വേഗത്തിലെത്തിയ വോൾവോ കാർ ഇടിച്ചാണ് ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്കേറ്റത്. അമിത വേഗത്തിലെത്തിയ ബൈക്ക് കാറിലിടിച്ച് തെറിച്ചു പോവുകയായിരുന്നു. ഇതിന് പിന്നാലെ കാർ നിർത്താതെ മണിയൻപിള്ള രാജു ഓടിച്ചു പോവുകയായിരുന്നു. ശ്രീകണ്ഠേശ്വരം സ്വദേശികളായ നിവേദ്, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സൂരജിനെ SP ഫോർട്ട് ആശുപത്രിയിലും നിവേദിനെ കിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സൂരജിന് തുടയിലിന് പൊട്ടലും നിവേദിന് കാലിന് ഒടിവുമുണ്ടായി. അപകടത്തിൽപ്പെട്ട ബൈക്ക് ഫയർഫോഴ്സ് എത്തി റോഡരികിലേക്ക് മാറ്റിയിരുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് നടൻ ഹാജരായത്. തുടർന്ന് വൈദ്യ പരിശോധന നടത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായിരുന്നു മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ബൈക്ക് തന്റെ വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നുവെന്നും ഭയപ്പെട്ടതുകൊണ്ടാണ് നിർത്താതെ പോയതെന്നും മണിയൻപിള്ള രാജു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ ആംബുലൻസ് എത്തിക്കാൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നുവെന്നും വാഹനം സ്റ്റേഷനിൽ ഹാജരാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിക്കുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ. ലോകകപ്പിന് മുന്നോടിയായി നടന്ന ക്യാപ്റ്റൻസ് മീറ്റിലെ പത്രസമ്മേളനത്തിലാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗയും നിലപാട് വ്യക്തമാക്കിയത്.
പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യൻ ടീം തയ്യാറായിരുന്നിട്ടില്ല. അവരാണ് കളിക്കാൻ വിസമ്മതിക്കുന്നത്. പാകിസ്ഥാനെതിരായ മത്സരം കളിക്കാൻ കൊളംബോയിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു. ബാറ്റിംഗ് ഫോം വീണ്ടെടുത്തതിന്റെ സന്തോഷവും സൂര്യകുമാർ പങ്കുവച്ചു. പരിശീലകൻ ഗൗതം ഗംഭീർ ടീമിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചെന്നും വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ടീമിനായി കളിക്കുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കിയെടുത്തെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ബഹിഷ്കരണ തീരുമാനം തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരും പാക് ക്രിക്കറ്റ് ബോർഡുമാണെന്നും ആഗ വ്യക്തമാക്കി. വിഷയത്തിൽ അവർ പറയുന്നത് ചെയ്യുമെന്നും പറഞ്ഞ് പാക് ക്യാപ്റ്റൻ കൈമലർത്തി. ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയ ബംഗ്ലാദേശിനുള്ള പിന്തുണയും പ്രഖ്യാപിച്ചു. അവർ തങ്ങളുടെ സഹോദരന്മാരാണെന്നും പിന്മാറിയതിൽ സഹതാപമുണ്ടെന്നും ആഗ കൂട്ടിച്ചേർത്തു. ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ആദ്യ ലോകകപ്പാണിതെന്നും ടീം നന്നായി കളിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആഗ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിന് പുതിയ കുടിയേറ്റ നിർദ്ദേശങ്ങൾ തികച്ചും സുതാര്യമാണെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. കെയർ സ്റ്റാർമർ സർക്കാർ യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി 10 വർഷമാക്കി ഉയർത്തി. ഇത്തരമൊരു തീരുമാനം പല മേഖലകളിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ക്ഷാമം സൃഷ്ടിക്കുമെന്ന വിമർശനവുമായി 40ഓളം ലേബർ എംപിമാർ രംഗത്ത്. PR എന്നതൊരു പരിഗണനയാണെന്നും അവകാശമല്ല എന്നും ഷബാന മഹ്മൂദ്. പീറ്റർ മണ്ടൽസനെ അമേരിക്കൻ അംബാസഡറായി നിയമിച്ചതിൽ ഇരകളോട് മാപ്പ് ചോദിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചത് പീറ്റർ മണ്ടൽസൺ ജെഫ്രി എപ്സ്റ്റീൻ സൗഹൃദം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ. രേഖകൾ പുറത്തുവന്നതിനെ തുടർന്ന് മണ്ടൽസനെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ. യുകെയിൽ ദീർഘകാലമായി തുടരുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ സമരങ്ങൾക്ക് അറുതി വരുത്താൻ ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റിംഗിന്റെ പുതുക്കിയ പാക്കേജിൽ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ഓഫറുകൾ, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും പദ്ധതികളിൽ. വെസ്ട്രീറ്റിംഗിന്റെ ശ്രമം മുൻപ് നൽകിയിരുന്ന ഓഫറുകളിൽ നിന്നും മികച്ച മാറ്റങ്ങൾ വരുത്തി സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇറാൻ US ആണവ ചർച്ച ഒമാനിൽ നടന്നു. ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് അബ്ബാസ് അലാഖ്ചി സമ്മതിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. ബാലിസ്റ്റിക് മിസൈൽ ഒഴിച്ചു നിർത്തിയുള്ള ഇറാൻ ചർച്ചകൾ വിജയിക്കില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഭിന്നത പരിഹരിക്കാനുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഗൾഫ് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ. ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക. പുതിയ ആണവ ഉടമ്പടിക്ക് ആഹ്വാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ നടപടി റഷ്യയുമായി ഉണ്ടായിരുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെ പുതിയ ഉടമ്പടിയിൽ ചൈനയെ ഭാഗമാക്കാനും ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമം. നീക്കം ചൈനയുടെ ആയുധ ശേഖരം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാരാമതി വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് അജിത് പവാറിന്റെ പേഴ്സണൽ സെക്രട്ടറി അവിനാഷ് സോൾബത്തിന്റെ മൊഴിയെടുത്തത് മഹാരാഷ്ട്ര പോലീസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. മൂടൽമഞ്ഞിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറഞ്ഞതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് വ്യോമയാന വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട്. NCP അധ്യക്ഷയായി ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ തന്നെ വരണമെന്നാണ് NCP പ്രവർത്തകരും പവാർ കുടുംബവും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ LDFിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമാണെന്നും അവർക്ക് UDFിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സംരക്ഷണം നൽകാൻ തയ്യാറാണെന്നും ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ. തിരുവനന്തപുരത്ത് കാറിടിച്ച യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മണിയൻപിള്ള രാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജീവഹാനി വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചു, ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോയി, വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങൾ. വാഹനാപകടമുണ്ടായത് ഇന്നലെ രാത്രി തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് സമീപം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.